ആക്ച്വലി വർക്കലേക്ക് പോകണത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യാണ്. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ പോയിട്ടുണ്ടല്ലേ ഒരു വട്ടം? ഞാൻ പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകേണ്ടത്. അപ്പൊ നമ്മളിത് പെട്ടെന്ന് എടുത്തൊരു പ്ലാനാണ് കേട്ടോ. ഇന്നലെ രാത്രി എന്താ പറയാ, പെട്ടെന്ന് പ്ലാൻ ഇട്ടു എവിടേക്കും ഇങ്ങനെ പോയാലോ എന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു ശ്രീവർക്കിലെ പോവാന്ന്. അപ്പൊ നോക്കിയപ്പോ ഇവിടുന്ന് 5.5 hours ഉണ്ട് തോന്നുന്നു. അപ്പം എന്തായാലും പോവാന്ന് വിചാരിച്ചു. വേഗം ഒരു റിസോർട്ട് വിളിച്ച് ബുക്ക് ചെയ്ത് എന്നിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ പോകുമ്പോ കാണാം. നമ്മള് എവിടെയോ എത്തി. അപ്പൊ നമുക്ക് നന്നായിട്ട് വിശക്കപ്പോ സമയം എത്ര മണിയായി? 12:30. അപ്പൊ നമ്മള് ഇത് എഗ് പബ്സ്, പിന്നെ എന്താ പറയാ ഇങ്ങനത്തെ ഒരു സാധനം, അങ്ങനെ എന്തൊക്കെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളത് ഒരു റൂട്ടിൽ നിന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. ഇപ്പം ഇനി അങ്ങോട്ട് എത്താൻ 3 മണിക്കൂർ ഉണ്ട് തോന്നുന്നു അല്ലേ? ഇത് 3 മണിക്കൂർ ഏതാണ്ട് അത്രയുണ്ട്. അപ്പൊ എന്തായാലും ഇനി പോയിട്ട് കാണാം. കൊള്ളാം. പച്ചക്കല്ലേ അങ്ങനെ ഇവിടെ വർക്കല നമ്മൾ എത്തിയിട്ടോ. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പൊ സമയം 4:30 ആയിട്ടോ. ഇനി ഒരു ഹാഫ് ആൻ അവർ കൂടി ഉണ്ട്. ഹാഫ് ആൻ അവർ ഇല്ല, 20 minutes ഒക്കെ ഉള്ളൂ. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം. പെരും മഴയായി. കാണാണ്ട് എന്തേലും അങ്ങനെ നമ്മൾ തിരിക്കുകയാണ്. എൻ്റെ റെസിഡൻസ് വന്നേ അപ്പുറത്തായിരിക്കും തോന്നുന്നു. അപ്പുറത്തായിരിക്കുന്നത് കുഷിയാനോ. ഇതാണ് നമ്മുടെ റൂം B3. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഷെൽഫ്, പിന്നെ ഇവിടെ ഒരു ഡ്രീം ക്യാച്ചർ അല്ല വേറെന്തോ സാധനം, ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു സംഭവമുണ്ട്. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഇങ്ങനെ ഇവിടെ കുറച്ച് പെയിൻറ്റിങ്സും, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇരിക്കുകയോ കിടക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ റൂം. നമ്മുടെ സ്റ്റെപ്പിച്ചായും മറന്നിട്ട് ഇതാട്ടോ റൂം. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ, പിന്നെ എനിക്ക് തോന്നുന്നു ഇതാണോ വാഷ്റൂം, നോക്കട്ടെ. യെസ്, അയ്യോ വിശാലമായ വാഷ്റൂമാണ്. എനിക്ക് തോന്നുന്നു ഇത് മാറ്റിക്കഴിഞ്ഞാൽ ബീച്ച്. യെസ്, ആ കാണാം കേട്ടോ ബീച്ച്. അപ്പോൾ ഇതാണ് വാഷ്റൂം. പിന്നെ ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതൊരു ബാൽക്കണി. ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബീച്ച്. അവിടെ ഒരു സ്വിങ് ഉണ്ട്. ആ സ്വിങ്ങൊക്കെ കണ്ടിട്ടാണ് ഞാനിത് ബുക്ക് ചെയ്തത് കേട്ടോ. നല്ല രസമല്ലേ സംഭവം, അടിപൊളിയായിരിക്കും. ഇതുണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി ഫ്രഷ് ആയിട്ട് കാണാം. സ്റ്റെബി എവിടേക്കാ ഓടണേ? ബീച്ച് ബീച്ച് തിരിച്ചു കയറാനാ പാട്. എടാ അത് തിരിച്ചു കയറണ്ട.
കൊറേ ഉണ്ടോ? ഈശ്വര വാ, ഇരുട്ടാവണേ പിന്നെ പോ. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചരാം. തിരിച്ചു വരുമ്പോഴാ പ്രയാസം. മണി പ്ലാന്റ് നോക്കിയേ. ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. അവിടെ നിന്നാണ് വന്നത്. പോയോട്ടെ. മഴ പെയ്ത് എന്ത് ചെയ്യും? അയ്യോ ഇത് കഴിയില്ലടാ. ഇറങ്ങിയത് നന്നായി. हेलो, किधर जाता है? കടൽ. Run. Hey. നമ്മൾ അവിടുന്ന് വന്നേ. Okay. Shibi. ഞാനൊക്കെ പതുക്കെ പതുക്കെ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകണം. നമ്മൾ പോണ വഴി ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. നൈസാ കാണിച്ചരാം. നമ്മളങ്ങനെ ഗുഹയിലേക്ക് കയറുന്നു. ചെരുപ്പിടാണ്ട് സീനാണ്. അമ്മേ ഓക്കെ ക്ഷീണിച്ചു. അമ്മേ കുഴഞ്ഞു. അവനവിടെ എത്തി. അയ്യോ അമ്മേ ക്ഷീണിച്ചു. ഇനി നമ്മൾ ക്ലിഫിൻ്റെ അവിടേക്ക് പോകാന്ന് വെച്ചിട്ടാ. റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് പോവും.
എന്താ ചിക്ക ചിക്ക പ്ലീസ് മതി. അയ്യോ അച്ചിങ്ങൊക്കെ വീണ്. അയ്യോ ഓനെ ഓടിയോ ആ പിന്നെ ഓ തള്ളാലും പോണല്ലോ. ചവിട്ടിയാ മതിയാ. അങ്ങനെ പോന്നീ. മതി തള്ളിയത്, എനിക്ക് വയ്യ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടോ, ഫ്രഷായി. ഇനി നമ്മൾ ക്ലിഫ് പോവാണ്. ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷം കാണാം. അങ്ങനെ ദേ ഞങ്ങളിവിടെ എത്തിയിട്ടോ. ഇനി ദേ ഉള്ളിലേക്ക് പോവുകയാണ് ഗേൾസ്. നമ്മൾ തിരിച്ചു റൂമിലെത്തി. നല്ല ഇടിമിന്നലുണ്ട്, മഴ പെയ്തിട്ടില്ല. റൂമിൽ പോവാം. നല്ല ഇടിവാളുണ്ട്, പക്ഷെ മഴ വീണില്ല. അപ്പം നമ്മളിവിടെ ഇങ്ങനെ പുറത്തിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ട്. ഇതുണ്ട് ഇവിടെ ബീച്ച്. അപ്പം ഇടിവാള് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ ഉടനെ നമ്മൾ പോയി നോക്കണമല്ലോ കടലൊക്കെ അവിടെ തന്നെ ഉണ്ടോ. നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. 9:30 വരെ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. സ്റ്റീവി കുളിച്ച് റെഡിയായി, ഞാൻ കുളിച്ചിട്ടില്ല, പോയിട്ട് വേണം കുളിക്കാൻ. ആദ്യം നമുക്ക് ഫ്രൂട്ട്സ് കൊണ്ടു വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി 11 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം. അതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ താഴെ പോയിട്ട്
അപ്പൊ അതെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, റൂമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഫുഡ് പറ്റില്ല അല്ലേ? ഫുഡ് ഷോക്കായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ഓൾറെഡി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ക്ലോസ്ഡ് ആയിരിക്കും, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ല, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പോവാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺ ഗൈസ്. താങ്ക് യു. പോവാൻ തോന്നല്ലേ?